ഹലോ മക്കളെ, സോ എല്ലാവരും എക്സാമിന് ഒരുങ്ങി നിൽക്കുകയെന്ന് അറിയാം. ഇനി വളരെ കുറച്ച് ദിവസം കൂടി നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാം പഠിച്ച് മോക്ക് എക്സാം ഒക്കെ എഴുതി അടിപൊളിയായി നിൽക്കുകയാണ്. എങ്കിൽ പോലും നമുക്കിന്ന് ക്വിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഇന്ന് ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന് പറഞ്ഞ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ വായിക്കാം. ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വയ ഹൈഡ്രേഷൻ ഓഫ് But19 ഇൻ ദ പ്രസൻസ് ഓഫ് HgSO4 ആൻഡ് H2SO4 വുഡ് ബി. സോ നമുക്കറിയാം ഈ റിയാക്ഷൻ കുച്ചറോവ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഫിലിക് അഡീഷനിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലായിരിക്കും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടാവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എനിവേ നമുക്കറിയാം തന്നത് But19 ആണ്. നമുക്ക് വരയ്ക്കാം. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, സോ ഇതിൽ ഹൈഡ്രേഷൻ ആണ്, അഡീഷൻ ഓഫ് വാട്ടർ ആണ്. സോ വി ക്യാൻ റൈറ്റ് വാട്ടർ ഓവർ ഹിയർ H+ ആൻഡ് OH-. നമ്മൾ ഇലക്ട്രോഫിലിക് അഡീഷനിലാണ് പഠിച്ചത്. സോ ഇവിടെ നമുക്ക് പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ ഇലക്ട്രോഫിലിക് അഡീഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്കറിയാം ആദ്യം തന്നെ ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള ഈ H+ നെഗറ്റീവ് പാർട്ടിലേക്ക് പോകുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് CH3 CH2 C+ മീൻസ് കാർബോകാറ്റയോൺ CH2. അടുത്ത സ്റ്റെപ്പിൽ നെഗറ്റീവ് പാർട്ട് അഥവാ OH- ന്യൂക്ലിയോഫൈൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ കാർബോകാറ്റയോണിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ദെൻ വി ആർ ഗെറ്റിംഗ് CH3 CH2 COH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, നമുക്കറിയാം നോമൻക്ലേച്ചറിന്റെ സമയത്ത് ഡബിൾ ബോണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ന് പേര് കൊടുക്കാറുണ്ട് അല്ലെ. OH വരുമ്പോൾ ഓൾ എന്ന് കൊടുക്കാറുണ്ട്. വവ്വൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്ത് ഈ കട്ട് ചെയ്യാറുണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയ കോമ്പൗണ്ട് ഈനോൾ ആണ്. എല്ലാവർക്കും അറിയാം ഇനോൾ ഫോമുകൾ അത്ര സ്റ്റേബിൾ അല്ല ജനറലി അല്ലെ. ഇനോളിനേക്കാളും മോർ സ്റ്റേബിൾ കീറ്റോ ഫോമിലേക്ക് മാറുകയാണ്. സോ നമ്മളിവിടെ ടോട്ടോമറിസം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറൽ ഐസോമറിസം നമ്മളിവിടെ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. സോ ടോട്ടോമറിസത്തിന്റെ ചെറിയൊരു ട്രിക്ക് ഞാൻ പറയാം. അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് അഥവാ ഓർഗാനിക്കിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ എഴുതാറ് അല്ലെ. അപ്പോൾ ചെക്ക് ചെയ്യാം. നമുക്ക് ഡബിൾ ബോണ്ടഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണിന് 1 2 എന്ന് നമ്പർ കൊടുക്കാം. ഓക്കെ, അതിന് തൊട്ടടുത്ത് വരുന്ന ആള് മസ്റ്റ് ആയിട്ടും sp3 ആണോ എന്ന് മക്കളൊന്ന് എൻഷുർ ചെയ്യണം. അതിലൊരു ആൽഫ H ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതിന് 3 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. സോ 1 2 3 എന്ന് നമ്പർ കൊടുക്കുക. 1 2 ഡബിൾ ബോണ്ടിനും 3 എന്ന് കൊടുക്കുന്ന ആള് മസ്റ്റ് ആയിട്ടും sp3 ആവണം. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജനും വേണം. ഓക്കെ അല്ലേ, റെഡി. എന്നിട്ട് 1 2ൽ കാണുന്ന ഡബിൾ ബോണ്ട് മക്കൾ 2 3ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 3ൽ കാണുന്ന H-നെ 1ലേക്കും ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. 1 2ലെ ഡബിൾ ബോണ്ട് 2 3ലേക്കും 3ലെ H-നെ 1ലേക്കും ഷിഫ്റ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാം. CH3 CH2 C ഡബിൾ ബോണ്ട് O H നമുക്കറിയാം ഷിഫ്റ്റ് ചെയ്തു 1ലേക്ക്. ഹിയർ വി ആർ ഗെറ്റിംഗ് സിംഗിൾ ബോണ്ട് CH3. ഓക്കെ അല്ലേ. സോ നമുക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഒരു കീറ്റോ കോമ്പൗണ്ട് ആണ്. റെഡി. C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ഒരു പോളാർ മൾട്ടിപ്പിൾ ബോണ്ട് ആണ്. അത് ഇനോൾ ഫോമിനേക്കാളും മോർ സ്റ്റേബിൾ ആണ്. സോ ഇയാളാണ് നമ്മുടെ കീറ്റോ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. സോ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ഓപ്ഷൻ 1. ഓക്കെ അല്ലേ, റെഡി. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് A ഈസ് ഫോംഡ് ഓൺ റിയാക്ഷൻ ഓഫ് ബ്യൂട്ടനോയിക് ആസിഡ് വിത്ത് SOCl2. കോമ്പൗണ്ട് A ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബേരിയം സൾഫേറ്റ്. സോ പലേഡിയം കാണുമ്പോൾ തന്നെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഹൈഡ്രോജിനേഷൻ ആണ്. പക്ഷെ ആ ബേരിയം സൾഫേറ്റ് ശ്രദ്ധിക്കണം. ബേരിയം സൾഫേറ്റ് അഥവാ സൾഫർ കോമ്പൗണ്ട്സ് ജനറലി നമ്മൾ റിഡക്ഷൻ എന്നുള്ള ടേം ഒന്ന് മാറിയിട്ട് പാർഷ്യൽ റിഡക്ഷനിലേക്ക് അഥവാ ബേരിയം സൾഫേറ്റ് അവിടെ ഒരു പോയിസന്റെ റോളാണ് ചെയ്യുന്നത് അല്ലെ. പലേഡിയം എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യുന്ന ആളാണ് ആര്, ബേരിയം സൾഫേറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു പാർഷ്യൽ റിഡക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. കോമ്പൗണ്ട് A ഈസ് ഫോംഡ് ഓൺ റിയാക്ഷൻ ഓഫ് ബ്യൂട്ടനോയിക് ആസിഡ്. സോ CH3 CH2 CH2 COOH. ഓക്കെ അല്ലേ. ഇയാൾ തയോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. SOCl2 റിയാക്ട് ചെയ്യുന്നു. വി ആർ ഗെറ്റിംഗ് ആസിഡ് ക്ലോറൈഡ്. ജനറൽ ആയിട്ട് എല്ലാവരും GOC2ൽ തന്നെ പഠിച്ച ഒരു റിയാക്ഷൻ ആണ്. വി ആർ ഗെറ്റിംഗ് തയോണൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് ആസിഡ് ക്ലോറൈഡ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ. ഈ ആസിഡ് ക്ലോറൈഡ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് പലേഡിയവുമായിട്ടാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ്. സോ ഇത് മക്കൾ മറന്നുപോയത്, ബേരിയം സൾഫേറ്റിന്റെ റോൾ ഇവിടെ പോയിസൺ ആണ്. ആ കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി അയാൾ സപ്രസ് ചെയ്യുന്നു. സോ ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് റിഡക്ഷൻ അല്ല എന്നും അതൊരു പാർഷ്യൽ റിഡക്ഷൻ ആണെന്നുള്ള കാര്യം മക്കൾ ഓർത്തു വെക്കണം. റെഡി അല്ലേ. സോ എനിവേ
കംപ്ലീറ്റ് റിഡക്ഷൻ ആണെങ്കിൽ ഇയാൾ ഉറപ്പായിട്ടും ആൽക്കഹോളിലേക്ക് എത്തേണ്ടതാണ്. ഇവിടെ പാർഷ്യൽ റിഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എത്തുന്നത് ആൽഡിഹൈഡിലാണ്. ഓക്കെ അല്ലേ? റെഡി. എനിവേ റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. സോ സിമ്പിൾ ആയിട്ട് ചെറിയ സമയം കൊണ്ട് മെക്കാനിസം അല്ലാതെ അതിന്റെ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ സാർ, ഇവിടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, HCl ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് വരാം. CH3 CH2 CH2 C ഡബിൾ ബോണ്ട് OH. സോ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 4 കാർബൺ വരുന്ന ആൽഡിഹൈഡ് ആൾ ബ്യൂട്ടനാൽ ആണ്. ഓക്കെ അല്ലേ? സോ ബ്യൂട്ടൻ 1 ആൽ അല്ലെങ്കിൽ ബ്യൂട്ടനാൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 3, ആൽക്കഹോളില് ജനറൽ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററുകളിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ സ്ഥിരമായിട്ട് നീറ്റിന് വരുന്ന ചോദ്യമാണ് ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഈ ബോയിലിംഗ് പോയിന്റ് ഓർഡർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതാത് ചാപ്റ്ററുകളിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത മക്കളൊന്നും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആൽക്കെയിൻസിനെ പറ്റിയിട്ട് ഹൈഡ്രോ കാർബണിൽ നല്ല രീതിയിൽ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഓപ്ഷനിലും ആൽക്കെയിൻസ് മാത്രമായിരിക്കും. പക്ഷെ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് അതിൽ എല്ലാ ചാപ്റ്ററുകളിലെ കോമ്പൗണ്ട്സും ഉണ്ടാവും. അപ്പൊ ജനറൽ ഓർഡർ ആണ് ആദ്യം നോക്കേണ്ടത്. ജനറലി അധികം കുട്ടികൾക്കും തെറ്റിക്കുന്ന ഒരു കാര്യം, നമ്മൾ ക്ലാസ്സുകളിൽ കാണുന്ന ഒരു കാര്യം, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ആദ്യം തന്നെ മോളിക്കുലാർ മാസോ ബ്രാഞ്ചിങ്ങോ മക്കൾ നോക്കരുത്. ആദ്യം നോക്കേണ്ടത് ഏത് ഗ്രൂപ്പാണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് എല്ലാം സെയിം ആണെങ്കിൽ മാത്രം ബ്രാഞ്ചിങ്ങിലേക്കും മോളിക്കുലാർ മാസിലേക്കും ഒക്കെ വന്നാൽ മതി. എനിവേ ഞാൻ ഇതിന്റെ ജനറൽ ഓർഡർ എന്ന് പറയാം, ജനറൽ ട്രെൻഡ് എന്ന് പറയാം. നമുക്ക് ആദ്യം കാർബോക്സിലിക് ആസിഡ് പറയാം. ഓക്കെ, അതിനുശേഷം ആൽഡിഹൈഡ് പറയാം. കാർബോക്സിലിക് ആസിഡ്, കീറ്റോൺ പറയാം. ശേഷം ആൽഡിഹൈഡ് പറയാം. ആൽക്കഹോളും അമീൻസും സ്ലൈറ്റ് ഡിഫറൻസ് ആണ് വാല്യൂസ് ഉള്ളത്. ആൽക്കഹോൾ പറഞ്ഞിട്ട് അമീൻസിലേക്ക് വരാം. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് RX കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈതർ കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ആൽക്കെയിൻ പറയുന്നത്. ഓക്കെ അല്ലേ? സോ കാർബോക്സിലിക് ആസിഡ്, കീറ്റോൺ ജനറലി ആണ് പറയുന്നത്. കീറ്റോൺ, ആൽഡിഹൈഡ്, ആൽക്കഹോൾ, അമീൻസ്, ആൽക്കൈൽ ഹാലൈഡ്, ഈതർ, പിന്നെയാണ് നമ്മൾ ആൽക്കെയിൻ പറയുന്നത്. അപ്പൊ ചില കുട്ടികൾ ആദ്യം തന്നെ മാസ് നോക്കിയിട്ട് ആൽക്കെയിൻ ആദ്യം മാർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ജനറൽ ഓർഡറിൽ ഏറ്റവും പിന്നിലാണ് ആൽക്കെയിൻ വരുന്നത്. ഇത് തന്നെ എല്ലാ ആളുകളും ആൽക്കെയിൻ ആണെങ്കിൽ നമുക്ക് മാസും ബ്രാഞ്ചിങ് നോക്കാം. ഓക്കെ, എനിവേ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആൽക്കഹോൾ കാണുന്നുണ്ട്, ആൽക്കെയിൻ ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, അതുപോലെ ഈതറും ഉണ്ട്. ഫസ്റ്റ് തന്നെ സാർ പറഞ്ഞ കാര്യം ഓർത്തു വെക്കുക, ആൽക്കെയിൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആൽക്കെയിൻ ലാസ്റ്റ് വരുന്ന ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ആൽക്കെയിൻ ലാസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ഓപ്ഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. എനിവേ ഫസ്റ്റ് ആൽക്കഹോൾ വരുന്നു. ഫസ്റ്റ് ആൽക്കഹോൾ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഫസ്റ്റ് ആൽക്കഹോൾ, പിന്നെ അവിടെ ആൽക്കെയിൻ വരുന്നു. ഓക്കെ, അപ്പോൾ എനിവേ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും വരുന്നില്ല, കാരണം ഒരിക്കലും ആൽക്കെയിൻ സെക്കൻഡ് പൊസിഷനിൽ എത്തില്ല. ഓക്കെ അല്ലേ? റെഡി. ഇനി നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇൻക്രീസിങ് ഓർഡർ ആണ് നമ്മൾ ചോദിച്ചത് അല്ലെ. ഇൻക്രീസിങ് ഓർഡർ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് വരുന്ന ആൾ ആൽക്കെയിൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഈതർ വരുന്നു, പിന്നെ ആൽഡിഹൈഡ്, പിന്നെ ആൽക്കഹോൾ. യെസ്, ഓപ്ഷൻ 2 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു ജനറൽ ഓർഡർ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. അതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ കാര്യം മറന്നു പോകരുത്. ഓക്കെ അല്ലേ? റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ കൺവേർട്ടഡ് ഇൻ ടു എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ്. യെസ്, നമുക്കറിയാം സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് NCERT കൊടുത്ത ആൽക്കഹോളിൽ ഒരു ചെറിയ പോർഷൻ ആണത്. സ്ഥിരമായി ചോദ്യം വരാറുണ്ട്. എൻസൈംസിന്റെ പേരെല്ലാം ബയോമോളിക്യൂളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൺവേർട്ട് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ചോദിക്കുന്നത്. അല്ല, ആദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ഒരു ഫെർമെന്റേഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്കറിയാം സൂക്രോസ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, സാർ ഇവിടെ എഴുതാം, സൂക്രോസിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഇൻവെർട്ടേസ് എന്ന എൻസൈമാണ്. ആക്ച്വലി നമ്മൾ മൊളാസസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സൂക്രോസ് അല്ലെങ്കിൽ മൊളാസസ്, ഇൻവെർട്ടേസ് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേസ് ആണ്. റെഡി. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസിലേക്കുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് ഫെർമെന്റേഷൻ ആണെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇൻവെർട്ടേസ് ആണെന്നും സെക്കൻഡ് സ്റ്റെപ്പിൽ സൈമേസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ പേരുകൾ മാത്രമാണ് ചോദിക്കാറ്. എല്ലാവരും ഓർത്തു വെക്കുക. ഓക്കെ, റെഡി. എനിവേ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അനിസോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ. ഈ ചാപ്റ്ററിലെ ഈതർ എന്ന് പറഞ്ഞ പോർഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അനിസോൾ, അഥവാ നമുക്കറിയാം ഈതറിന്റെ പ്രിപ്പറേഷൻ പാർട്ട്. നമ്മൾ വില്യംസൺ ഈതർ സിന്തസിസ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. വില്യംസൺ ഈതർ സിന്തസിസിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സാർ ഒന്ന് പറയാം. ആൽക്കൈൽ ഹാലൈഡ്
നമ്മുടെ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. Then we are getting either. ഓക്കെ അല്ലേ? സോ ഈ ന്യൂക്ലിയോഫൈൽ ഇവിടെ നമുക്കറിയാം SN2 റിയാക്ഷൻ നടക്കുന്നു, ആൽക്കൈൽ ഹാലൈഡുമായി റിയാക്ട് ചെയ്യുന്നു. ഫൈനലി വി ആർ ഗെറ്റിംഗ് ഈതർ. സോ ഈതർ കിട്ടണമെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് മസ്റ്റ് ആയിട്ടും പ്രൈമറി ആവണം. ആ ഒരു കാര്യം മക്കൾ ശ്രദ്ധിക്കണം. ആൽക്കൈൽ ഹാലൈഡ് മസ്റ്റ് ബി പ്രൈമറി, എങ്കിൽ മാത്രമേ നമുക്ക് 100% ആരെ കിട്ടുള്ളൂ, ഈതർ കിട്ടുള്ളൂ. ഇനി ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആയാൽ എന്താ സംഭവിക്കുക? ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈതറും ഒബ്റ്റെയിൻ ചെയ്യും, അതുപോലെ ആൽക്കീനും ഒബ്റ്റെയിൻ ചെയ്യും. അതിൽ ആൽക്കീൻ ആണ് പക്ഷേ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അറൌണ്ട് 68% അടുത്ത് 60% എബോ ആര് വരും? ആൽക്കീൻ വരും. ഇനി ആൽക്കൈൽ ഹാലൈഡ് ടെർഷ്യറി ആണെങ്കിൽ NCERT ലൈന് മക്കളെ മനസ്സിലുണ്ടാവും. ഈ ഒരു പോയിന്റിൽ എലിമിനേഷൻ റിയാക്ഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാ പറയുന്നത് അല്ലേ? സോ ഇവിടെ നടക്കുന്ന SN2 അല്ല, ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുന്നു. കിട്ടുന്ന പ്രൊഡക്റ്റ് 100% ആൽക്കീൻ ആയിരിക്കുന്ന കാര്യം ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് സാർ റിവൈസ് ചെയ്തെന്നുള്ളൂ. നമുക്ക് എനിവേ അനിസോളിലേക്ക് വരാം. അനിസോളിന്റെ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കുന്നുണ്ട്. മെത്തോക്സി ബെൻസീൻ അല്ലെങ്കിൽ അനിസോൾ ആണ്. സോ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി വേണമെന്ന് പറഞ്ഞു. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് വരുന്ന സ്ട്രക്ചർ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് വരേണ്ടത് റിംഗ് ആണ്. സോ ഓപ്ഷൻ ക്രോസ് ചെയ്യുമ്പോൾ പ്രൈമറി വരുന്നു, റിംഗ് വരുന്നു. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ 2 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോഡിയം ഫിനോക്സൈഡ് വരുന്നു പ്ലസ് ക്ലോറോമീഥൈൻ. റെഡി? പ്രൈമറി ആണ്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് പാർട്ട് വരുന്നത്. ഇയാൾ വന്നിട്ട് മിഥൈൽ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വി ആർ ഫൈനലി ഗെറ്റിംഗ് അനിസോൾ. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ 2 ആണ്. നമ്മൾ അതിന്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് നോക്കണം. ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. ഒന്നും കൂടെ ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? റെഡി? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Which among the following alcohol is most reactive with sodium metal? So റിയാക്ടിവിറ്റി വിത്ത് മെറ്റൽ എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ അസിഡിക് നേച്ചറുമായി ബന്ധപ്പെട്ട് എല്ലാ കെമിക്കൽ പ്രോപ്പർട്ടീസിലും പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ശരിക്കും നമ്മൾ ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യം, അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ആസിഡ് ആനയോൺ എന്നുള്ള കാര്യം മക്കൾ ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? ആനയോണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന ഗ്രൂപ്പുകൾ നമുക്കറിയാം, ജനറൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പുകളാണെന്നും. അത് കുറയ്ക്കുന്ന ഗ്രൂപ്പുകളാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അസിഡിക് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു തോട്ട് അതിലില്ലെങ്കിലും റിയാക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് അസിഡിക് സ്ട്രെങ്ത് വെച്ചിട്ടാണ്. ഓക്കെ, എനിവേ ആദ്യം തന്ന ഓപ്ഷൻ സാർ ഇവിടെ വരയ്ക്കുന്നുണ്ട്. എൻ പ്രൊപ്പൈൽ ആൽക്കഹോൾ CH3 CH2 CH2OH. ഓക്കെ, രണ്ടാമതൊരു ഓപ്ഷൻ വരച്ചു വെക്കാം. ഐസോപ്രൊപ്പൈൽ CH3 CH CH3OH. ഒന്നുകൂടെ സാർ വരയ്ക്കുന്നത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ CH3 CCH3 CH3OH. ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. സോ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ Hന് കൊടുക്കുന്നു അല്ലെ? Hന് കൊടുക്കുമ്പോൾ ഇവിടെ ആര് ഫോം ചെയ്യുന്നു? ആനയോൺ ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഈ ആനയോൺ എത്രത്തോളം സ്റ്റേബിൾ ആണോ അത്രയും പെട്ടെന്ന് H+ ചാടും. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ ആനയോണിന്റെ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ നോക്കേണ്ടത്. സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ കൂടുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അസിഡിക് സ്ട്രെങ്ത് എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട്. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് സോഡിയം എന്ന് പറഞ്ഞ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. റെഡി അല്ലേ? ഓക്കെ, സോ റിയാക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കി വെക്കണം എല്ലാവരും. റെഡി? അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റെബിലിറ്റി നോക്കുന്ന സമയത്ത് ആനയോണിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ തന്നത് കാർബൺ ചെയിൻ ആണ്, എല്ലാവരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അല്ലെ? അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഉറപ്പായിട്ടും ആനയോണിന്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കുക ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആനയോണിന്റെ സ്റ്റെബിലിറ്റി ഇവിടെ എല്ലാവരും കുറയ്ക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് പറയുമ്പോൾ മക്കളെ മനസ്സിലാക്കി DNP റൂൾ ഒക്കെ വന്നിട്ടുണ്ടാവും, ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. ഇതൊരു ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണെന്നുള്ള കാര്യം പറയാം. റെഡി? അപ്പൊ ഈ കാർബൺ ഡൊണേറ്റ് ചെയ്യുന്ന അത്ര ആർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം. ഈ കാർബൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. റെഡി അല്ലേ? ഇയാൾക്ക് അത്രയും പറ്റൂല. പക്ഷെ ഇവിടെ ഒരേ പൊസിഷനിൽ നിന്നുകൊണ്ട് 3 പേരും ആ ഓക്സിജനിലേക്ക് ഇലക്ട്രോണെ പമ്പ് ചെയ്യുന്നു അല്ലെ? അപ്പൊ അവിടെ വീണ്ടും വീണ്ടും സ്റ്റെബിലിറ്റി കുറഞ്ഞു വരില്ലേ ചെയ്യുന്നത്. അപ്പൊ ആനയോണിന്റെ സ്റ്റെബിലിറ്റി കുറച്ചെങ്കിലും കൂടുതൽ ഉണ്ടാവുന്നത് ഏത് ഓപ്ഷനിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 1ലാണ്. ആനയോണിന്റെ സ്റ്റെബിലിറ്റി കൂടുന്ന സമയത്ത് അസിഡിക് സ്ട്രെങ്ത് കൂടും. അസിഡിക് സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടും. സോ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ. ബാക്കിയുള്ളതിലെല്ലാം ഇൻഡക്റ്റീവിന്റെ +I എഫക്റ്റ് കുറച്ച് കൂടുതലാണ്. സോ അവിടെ അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ റിയാക്ടിവിറ്റിയും, അസിഡിക് സ്ട്രെങ്ത് കുറവാകുമ്പോൾ റിയാക്ടിവിറ്റിയും കുറയുന്നുള്ള കാര്യം ഓർത്തു വെക്കാം. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, വിച്ച് റിയേജന്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദിസ് കൺവേർഷൻ ആണ്.
ഇവിടെ ആദ്യം ഗ്രൂപ്പുകളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് നോക്കണം. ഡബിൾ ബോണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, ചേഞ്ച് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു എസ്റ്റർ ഗ്രൂപ്പ് കാണുന്നുണ്ട്. എസ്റ്റർ ഗ്രൂപ്പ് ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എസ്റ്ററിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കണം. എസ്റ്ററിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് റിയേജൻ NCERT പറയുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ്. എസ്റ്റർ മാത്രമല്ല കേട്ടോ, കാർബോക്സിലിക് ആസിഡ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, നൈട്രോ ഗ്രൂപ്പ്, ഇമൈൻ ഗ്രൂപ്പ്, അമീൻ ഗ്രൂപ്പ്, എല്ലാവരെയും കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റിയേജൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ്. ആ കാര്യം മറന്നുപോയത്. റെഡി. അപ്പൊ എനിവേ ഓപ്ഷൻ ബി ആണ് ആൻസർ. സാർ അതിന്റെ മെക്കാനിസം വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്ക് നോക്കാം. ഇനി ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് നമുക്കറിയാം H- ഹൈഡ്രൈഡ് ഇറങ്ങി വരുന്നു. ഈ ഹൈഡ്രൈഡ് കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നു. റെഡി. നെഗറ്റീവ് ചാർജ് മീഡിയത്തിൽ നിന്ന് വരുന്ന H ഇവിടെ വരുന്നു അല്ലെ. ഫൈനലി ആൽക്കഹോൾ റിമൂവ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ ആൽഡിഹൈഡ് ആയിട്ട് മാറി അല്ലെ. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും H എവിടെ വരുന്നു? കാർബണിൽ വരുന്നു, പിന്നെ ഓക്സിജനിൽ വരുന്നു. ഫൈനലി ദിസ് ബിക്കം CH2OH. CH2OH. ഓക്കെ. മെക്കാനിസം എഴുതി നമുക്ക് മനസ്സിലാവും. ഇതൊരു 4H റിഡക്ഷൻ ആണ്. 4H ആണ് ഇവിടെ എന്താവുന്നത്, ഇൻവോൾവ് ആവുന്ന കാര്യം മക്കൾ ഓർത്തു വെക്കാം. ക്ലിയർ അല്ലേ? റെഡി. എനിവേ ഡബിൾ ബോണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്, ഡബിൾ ബോണ്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. സോ എനിവേ ആൻസർ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണ്. ഇനി റെഡ് ഫോസ്ഫറസ് ഉപയോഗിച്ച് എന്താ സാർ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അത് ആൽക്കൈനിലേക്ക് എത്തും. പക്ഷെ ഇവിടെ ആൽക്കൈനിലേക്ക് എത്തിയിട്ടില്ല, ആൽക്കഹോളിലാണുള്ളത്. ഓക്കെ. അതുപോലെ വോൾഫ് കിഷ്ണർ റിഡക്ഷനും ക്ലമൻസൺ റിഡക്ഷനും ഒക്കെ നമുക്ക് തരുന്നത് ആൽക്കൈൻ ചെയിനുകളാണ്. ഇവിടെ ആൽക്കൈനിലേക്ക് അല്ല പോയത്, നമുക്കറിയാം ആൽക്കഹോളിലേക്കാണ് എത്തിയത്. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് ബെസ്റ്റ് റിയേജന്റ് ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതറുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. ചെക്ക് ചെയ്യാം എന്തായാലും. നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ആയിട്ട് ഈ കുറഞ്ഞ സമയത്തോടെ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ചുരുക്കിയിട്ട് പറയാം. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ടെർഷ്യറി അതുപോലെ തന്നെ ബെൻസൈലിക് അലൈലിക് ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ പോസിബിൾ ആക്കുന്ന മെക്കാനിസം SN1 ആണ്. റെഡി അല്ലേ? ബാക്കിയുള്ള ആളുകളുടെ കേസിൽ മെയിൻലി പ്രൈമറിയുടെ കേസിലും സെക്കൻഡറിയുടെ കേസിലൊക്കെ നമ്മൾ ഇവിടെ SN2 മെക്കാനിസം ആണ് പറയാറ്. SN2യുടെ കേസിൽ റിയാക്ടിവിറ്റി നമുക്കറിയാം സ്റ്റെറിക് ഹിൻഡ്രൻസുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ SN1ന്റെ കേസിൽ നമ്മൾ പറയാറ് റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഓപ്ഷൻ 1ലേക്ക് വരാം. എനിവേ ക്വസ്റ്റ്യൻ സാർ ഒന്ന് മാറ്റി ഇവിടെ റീറൈറ്റ് ചെയ്യുന്നുണ്ട്. CH3 CCH3 HI. ഓക്സിജൻ ഹാവ് ലോൺ പെയർ അല്ലെ. ഓക്സിജന്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്. നമുക്കറിയാം HI എന്ന് ആദ്യം H+ ഇറങ്ങി വരുന്നു. ഓക്സിജൻ ലോൺ പെയർ കൊടുത്ത് H+ വാങ്ങുന്നു. വളരെ ഷോർട്ട് ആയിട്ട് നമുക്ക് നോക്കാം. റെഡി. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് CH3 CH3 oxygen hydrogen and CH. Oxygen donate, right? So oxygen തലയിൽ ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് പോക്കാൻ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത്. വേണമെങ്കിൽ ഈ കാർബൺ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാർബൺ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാം. ഈ ഏതെങ്കിലും ഒരു ഡൊണേഷനിൽ ടെർഷ്യറി കാർബോകാറ്റണോ അല്ലെങ്കിൽ അലൈലിക്കോ ബെൻസൈലിക്കോ വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് SN1 ആക്കി എടുക്കാം. ഓക്കെ. അല്ലെങ്കിൽ SN2. സോ എനിവേ ഈ സൈഡിൽ നിന്ന് ഈ മിഥൈൽ ഗ്രൂപ്പിലെ കാർബൺ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല, ടെർഷ്യറി കിട്ടുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഇവിടുന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ടെർഷ്യറി കാർബോകാറ്റോൺ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ആ ടെർഷ്യറിയിലേക്കായിരിക്കും അടുത്ത സ്റ്റെപ്പിൽ ഈ I- വരുന്നത്. റെഡി അല്ലേ? ഓക്കെ. സോ നമുക്ക് ഇവിടെ ആൻസർ എഴുതാം. CH3 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 I. ഓക്കെ. പ്ലസ് CH3OH. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഓപ്ഷൻ നമുക്ക് വരുന്ന ആൻസർ വി ക്യാൻ ജസ്റ്റ് ചെക്ക്. ഓപ്ഷൻ A ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. എനിവേ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. The alcohol that produces turbidity immediately with Lucas reagent at room temperature is. Lucas reagent നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ആൽക്കഹോളിലെ. ലൂക്കാസ് റിയേജന്റ് ആരാന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഓർത്തു വെക്കണം. അൺഹൈഡ്രസ് ZnCl2 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ മെക്കാനിസം എന്താണെന്നുള്ളതും ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ആരാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ആൽക്കഹോൾ, നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ആൽക്കഹോൾ എടുക്കുന്നു, അതിലേക്ക് അൺഹൈഡ്രസ് ZnCl2 ആഡ് ചെയ്യുന്നു. ZnCl2 നമുക്കറിയാം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അയാൾ ലൂയിസ് ആസിഡ് ക്യാരക്ടർ കാണിക്കാറുണ്ട്. ഓക്സിജൻ റിയാക്ട് വിത്ത് ZnCl2, then ROH ZnCl2, oxygen having positive charge അല്ലെ. ഓക്സിജന്റെ പോസിറ്റീവ് ചാർജ് പോക്കാൻ ഈ 6 ഇലക്ട്രോൺ കൊടുക്കുന്നു. then we are getting our intermediate. so കാർബോകാറ്റോൺ ആണ് ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്.
അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോൾസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡിലുപരി മക്കൾ മനസ്സിലാക്കി വെക്കുക, റിയാക്ടിവിറ്റി ഓഫ് ലൂക്കാസ് ടെസ്റ്റിന്റെ കേസിൽ ഓർത്തു വെക്കാൻ റിയാക്ടിവിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് എന്താണ് കാർബോ കാറ്റയോൺ ആണ്. അപ്പം ആരാണ് വേഗം സ്റ്റെബിലിറ്റി കാണിക്കാൻ ചോദിച്ചത്? ജനറൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കേറ്റ് നമുക്കറിയാം ടെർഷറി, സെക്കൻഡറി, പ്രൈമറി അല്ലേ? അതിൽ ഉറപ്പായിട്ടും ഈ തന്ന ഓപ്ഷനുകളിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടെർഷറി കാർബോക്കേറ്റിന് തരുന്ന ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ടെർബിലിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? സോ ബ്യൂട്ടൻ 1 ഓൾ പ്രൈമറി, ബ്യൂട്ടൻ 2 ഓൾ സെക്കൻഡറിയിലേക്ക് വരുന്നു. നമുക്ക് തേർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം, 2-methyl propen 2 ഓൾ. സോ 2-methyl propen 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നു, propen 2 ഓൾ. റെഡി അല്ലേ? സോ മെക്കാനിസം മക്കളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ഇവിടെ OH പോകുന്ന സമയത്ത് ഹിയർ വി ആർ ഗെറ്റിംഗ് ടെർഷറി കാർബോകാറ്റയോൺ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടെർഷറി കാർബോകാറ്റയോണിലേക്ക് ആയിരിക്കും നമ്മൾ HCl ഒഴിക്കുന്ന സമയത്ത് Cl- ഓടി വരുന്നത്. സോ ഇവിടെ ജനറലി RCl ഫോം ചെയ്യുന്നു. ഈ RClന്റെ ഫോർമേഷൻ ആണ്, ഈ അൽക്കൈൽ ഹാലൈഡിന്റെ ഫോർമേഷൻ ആണ് ടെർബിലിറ്റി കാരണം. റെഡി അല്ലേ? സോ ഓർത്തു വെക്കുക, ഇന്റർമീഡിയറ്റ് ആരാന്നുള്ള കാര്യം മറന്നു പോകരുത്, കാർബോകാറ്റയോൺ ആണെന്നും ലൂക്കാസ് റിയേജന്റ് ആരാന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Name the product obtained when vapors of butane 2 ol are passed over silver catalyst at high temperature. ഇതിൽ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കോപ്പർ അറ്റ് 573 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആൽഡിഹൈഡിൽ പ്രിപ്പറേഷന്റെ ഭാഗത്തായിട്ട് കോപ്പർ ഓർ സിൽവർ എന്നാണ് കൊടുത്തത്. ഓക്കെ, അപ്പം സിൽവറും വരാം കോപ്പറും വരാം. റെഡി അല്ലേ? പ്രൈമറി ആൽക്കഹോൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ആൽക്കഹോൾ പ്രൈമറി ആണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് ആണ് കിട്ടുന്നതെന്നും, ആൽക്കഹോൾ സെക്കൻഡറി ആണെങ്കിൽ വി ആർ ഗെറ്റിംഗ് കീറ്റോൺ. റെഡി അല്ലേ? ഇനി ആൽക്കഹോൾ ടെർഷ്യറി ആണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ അല്ല, നമുക്ക് കിട്ടുന്നത് ആൽക്കീൻ ആണ്. വി ആർ ഗെറ്റിംഗ് ആൽക്കീൻ അല്ലെ? ഈ രണ്ട് കേസിലും ഡീഹൈഡ്രോജിനേഷൻ ആണെന്നും, ആദ്യത്തെ രണ്ട് കേസിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും ഡീഹൈഡ്രോജിനേഷൻ ആണെന്നും, എന്നാൽ തേർഡ് കേസിൽ ഡീഹൈഡ്രേഷൻ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. റെഡി അല്ലേ? സോ ഇതൊരു എലിമിനേഷൻ റിയാക്ഷൻ ആണെന്നും, ഇവിടെ ഓക്സിഡേഷൻ ടെർഷറി ആൽക്കഹോൾ ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ, ദേ അണ്ടർഗോ എലിമിനേഷൻ റിയാക്ഷൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. സോ ഇവിടെ തന്നത് ബ്യൂട്ടൻ 2 ഓൾ ആണ്. ബ്യൂട്ടൻ 2 ഓൾ സിൽവർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. വേപ്പറിലൂടെ സിൽവറിന്റെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ പാസ് ചെയ്യുന്നു. ഹിയർ വി ആർ ഗെറ്റിംഗ് റിഡക്ഷൻ ആണ്, സോറി ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ മീൻസ് അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ക്ലിയർ അല്ലേ? OH. സോ ഇവിടെ നമുക്ക് H2 റിമൂവ് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡബിൾ ബോണ്ട് കീറ്റോൺ ഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സോ സെക്കൻഡറി ആൽക്കഹോൾ സിൽവർ അല്ലെങ്കിൽ കോപ്പർ വേപ്പർ 573 കെൽവിനിലൂടെ കടത്തി വിടുമ്പോൾ വി ആർ ഗെറ്റിംഗ് കീറ്റോൺ. ഓക്കെ, സോ ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ 2 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തത്. സോ നമ്മുടെ സീരീസ് തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്, നമുക്ക് ഇനിയും കാണാം. എല്ലാവരും എക്സാമിന് ഒരുങ്ങി നിൽക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.